ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പാചക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നമ്മുടെ സത്യാമ്മയ്ക്ക് 10 ലക്ഷം രൂപയും ട്രോഫിയും വാങ്ങിക്കാനായിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കുവാണ്. ഈ സമ്മാനത്തുകയും ട്രോഫിയും നൽകുന്നതിന് വേണ്ടി KPT ഗ്രൂപ്പിൻ്റെ ചെയർമാനെയും ക്ഷണിച്ചുകൊള്ളുന്നു. സത്യാമ്മ വലിയ സന്തോഷത്തോടെ അങ്ങനെ സ്റ്റേജിലോട്ട് പോവുകയാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ശാരദാമ്മയ്ക്കും വളരെ സന്തോഷമുണ്ട്. ശാരദാമ്മ സത്യാമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്നറിയണ്ടേ? ശാരദാമ്മ ഉണ്ടാക്കിയ സാമ്പാറിലോട്ട് കുറേ അധികം കായപ്പൊടി അങ്ങ് കുടഞ്ഞിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് രേഖാ മേഡം ഇഡ്ഡലിയും സാമ്പാറും വായിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ശാരദാമ്മ ഇങ്ങനെ നോക്കിയത്. കുടുംബശ്രീ ശാരദാമ്മ നല്ല രീതിക്കൊരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ കുടുംബശ്രീ ശാരദാമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനൊരു കയ്യബദ്ധം പറ്റില്ലെന്ന് രേഖാ മേഡത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് രേഖാ മേഡം ഇങ്ങനെ ശാരദാമ്മയെ ഒന്ന് നോക്കിയത്. സത്യാമ്മയെ ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണിതെന്ന് അപ്പോഴേ നമ്മുടെ രേഖാ മേഡത്തിന് മനസ്സിലായി. ഇതൊന്നും അറിയാത്ത സത്യാമ്മ സ്റ്റേജിലോട്ട് കയറി നിന്ന് വലിയ അഹങ്കാരത്തോടെയും പ്രൗഢിയോടെയും നമ്മുടെ ശാരദാമ്മ ഒരു പുച്ഛത്തോടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പാവം ശാരദാമ്മ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുവാണ്. ഇതെല്ലാം നമ്മുടെ രേഖാ മേഡം കാണുന്നുകൊണ്ട് രേഖാ മേഡം മനസ്സിലാക്കുന്നുമുണ്ട്. സത്യാമ്മ വിജയിച്ചതിൽ രോഹിത് അവിടെ നിന്ന് പല്ല് കടിച്ചോണ്ട് നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും സത്യാമ്മയുടെ അനുയായികളെല്ലാം കയ്യടിക്കുവാണ്. നമ്മുടെ ജഗദീവാണെ കയ്യടിയോടെ കയ്യടി തന്നെ. പാവം കയ്യടിയൊക്കെ കഴിഞ്ഞിട്ട് സുസ്മിതയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾ വാരി അലക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഇത് ചരിത്ര നിമിഷം. പരിശുദ്ധം കറിമസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന സത്യഭാമയ്ക്ക് 10 ലക്ഷം രൂപയും ട്രോഫിയും നമ്മുടെ രേഖാ മേഡം നൽകുന്നു. അങ്ങനെ സത്യഭാമ സന്തോഷത്തോടെ ട്രോഫി ഏറ്റുവാങ്ങുവാണ്. ശാരദാമ്മ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും സന്തോഷത്തോടെ അങ്ങനെ രേഖാ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് സത്യാമ്മ വാങ്ങിക്കുവാണ്. ശ്യാമ എത്രയൊക്കെ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? സത്യാമ്മയ്ക്ക് ഒരിക്കലും അമ്മയെ തോൽപ്പിക്കാനാകില്ല. പിന്നെ എങ്ങനെ സത്യാമ്മയെ ജയിച്ചു? അമ്മ എന്ത് തരികടയാണ് കാണിച്ചത്? ശ്യാമ അവിടെ നിന്ന് തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുവാണ്. അനൗൺസ്മെന്റ് നടത്തുന്ന കുട്ടി ചോദിക്കുന്നു സത്യാമ്മയോട്, എന്ത് പറയുന്നു? ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അഹങ്കാരത്തോടെ സത്യാമ്മ ഓട്ടക്കണ്ണിട്ടിങ്ങനെ ശാരദാമ്മയൊന്ന് നോക്കിയിട്ട് പറയുക, പ്രതീക്ഷയില്ലാത്ത മനുഷ്യരില്ലല്ലോ, ഞാനും പ്രതീക്ഷിച്ചു. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി എന്നൊക്കെ അങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട്. നിന്ന് പുഞ്ചിരിയോടെ കൈയടിക്കുന്ന ശാരദാമ്മയുടെ ഒരു ദയ കൊണ്ട് മാത്രമാണ് സത്യാമ്മ ഈ പ്രൈസ് മേടിച്ചിരിക്കുന്നതെന്ന് ശാരദാമ്മയുടെ ആ വലിയ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് രേഖാ മേഡം ഇങ്ങനെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്. സത്യാമ്മ പാചക മത്സരത്തിൽ വിജയിച്ചതും 10 ലക്ഷം രൂപയും ട്രോഫിയും കിട്ടിയതൊക്കെ പെട്ടെന്ന് കാട്ടുതി പോലെ നാട്ടിലെല്ലാം പരന്നു കഴിഞ്ഞു. നമ്മുടെ സുബേർക്ക രാഘവൻ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, വിജയിച്ച സത്യാമ്മയൊന്ന് അഭിനന്ദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ആളിനെ കാണുന്നില്ലല്ലോ. പിള്ളച്ചേട്ടൻ പറയുക, ഓരോരുത്തരായിട്ട് വന്ന് സത്യാമ്മയെ അഭിനന്ദിക്കുമായിരിക്കും. പരിശുദ്ധം കറി മസാല പൗഡറിലെ ജീവനക്കാരെല്ലാവരും ഉണ്ടാവുമല്ലോ, അവരൊക്കെ വന്ന് അഭിനന്ദിക്കുമായിരിക്കും. രാഘവേട്ടനാണെങ്കിൽ ഇതൊന്നും ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനാകുന്നില്ല. രാഘവേട്ടൻ പറയുക, എന്നാലും ഇങ്ങനൊരു അഭിനന്ദനം ഉണ്ടോ? എല്ലാം വിജയിച്ച് പ്രൈസും വാങ്ങിച്ചതിന് ശേഷമാണല്ലോ നൂർജഹാൻ നമ്മളെ വിളിച്ച് പറഞ്ഞത്. ആ സമയം അനുസരിച്ച് എപ്പോഴേ ഇവിടെ എത്തേണ്ടതല്ലേ? പിള്ളച്ചേട്ടൻ പറയുക, എൻ്റെ സാറേ 10 ലക്ഷം രൂപ എണ്ണി തീർക്കണ്ടായോ അവർക്ക്? പെട്ടെന്ന് അതങ്ങോട്ട് ചാടിക്കയറി എണ്ണിയെടുക്കാൻ പറ്റുമോ? അതിന് ചെക്കായിരിക്കത്തില്ലയോ തരുന്നത് എന്നിങ്ങനെ നമ്മുടെ രാഘവേട്ടൻ ചോദിക്കുന്നു. സുബേർക്ക പറയുക, ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ ക്യാഷ് തന്നെയാണ് തരാറുള്ളത്, അവർക്കും അത് തന്നെയാണ് സൗകര്യം. എല്ലാം ഈ കണക്കുകൾ വകയിരുത്താനുള്ള ഒരു കളികളാണല്ലോ രാഘവൻ സാറേ. പണം ഇങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും അമാന്തിക്കരുത്. എത്രയും പെട്ടെന്ന് രാഘവൻ സാറ് ചികിത്സയ്ക്ക് പൊയ്ക്കോണം. പണം വീട്ടിൽ വെച്ചോണ്ടിരുന്നാലേ 100 ആവശ്യങ്ങളാവും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊട്ട് നടക്കത്തുമില്ല, പണം ഒട്ട് തീരുകയും ചെയ്യും. പിള്ള പറഞ്ഞതിനോട് ഞാനും യോജിക്കുക. സുബേർക്ക പറയുക, പണം നല്ലതാണ്, പക്ഷേ ചില സമയത്ത് ഈ പണം ഉണ്ടല്ലോ അത് നമ്മളെ ഇട്ട് ചുറ്റിച്ചു കളയും. അങ്ങനെ അവർ 3 പേരോട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചുവന്ന കാർ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ സത്യാമ്മയും കൊണ്ട് അനൂപും സെറ്റും വരുവാണെന്ന് തോന്നുന്നു. കാറിൽ നിന്ന് നൂർജഹാൻ വലിയ സന്തോഷത്തോടെ ട്രോഫിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോഴാണ് നൂർജഹാൻ സുബേർക്കയെ അവിടെ കാണുന്നത്. അനൂപ് കൂടെയുള്ളത് കൊണ്ട് സുബേർക്ക വഴക്ക് പറയുമെന്ന് നൂർജഹാൻ പേടിക്കുവാണ്. സത്യാമ്മയും പൊന്നിയും ശാന്തയും എല്ലാം വലിയ സന്തോഷത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. നൂർജഹാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനൂപിനെ കണ്ടതും സുബേർക്കയുടെ മുഖം അങ്ങ് വാടി. വാ മോനെ, അകത്തോട്ട് വാ എന്നിങ്ങനെ സത്യാമ്മ അനൂപിനെ വിളിക്കുമ്പോൾ അനൂപും നിന്ന് ഭയക്കുന്നുണ്ട് സുബേർക്കയെ കണ്ടിട്ട്. എൻ്റെ പടച്ചോനെ, ബാപ്പിച്ചി അനൂപിനെ ഒന്നും പറയല്ലേ എന്നിങ്ങനെ നൂർജഹാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്.
അനൂപ് സത്യാമ്മയോട് പറയുന്നു, സത്യാമ്മ ഞാൻ പിന്നൊരിക്കൽ വരാം, ഇപ്പോഴും എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, അത് പറ്റില്ല, മോൻ ഇങ്ങോട്ട് വന്നേ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ. സുബൈർ അവിടെ വന്ന് ദേഷ്യത്തോടെ നൂർജഹാനെയും അനൂപിനെയും നോക്കുവാണ്. സത്യാമ്മ നിർബന്ധിച്ച് അനൂപിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. സത്യാമ്മ വലിയ സന്തോഷത്തോടെ ട്രോഫി കൊണ്ടുവന്ന് കാണിക്കുന്നു. രാഘവേട്ട, വേണ്ട എനിക്ക് കിട്ടിയ ട്രോഫിയാ. എന്നിട്ട് ബാഗ് തുറന്ന പൈസ എടുത്ത് രാഘവേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അപ്പോൾ രാഘവേട്ടൻ അത് വാങ്ങിക്കുന്നില്ല. വേണ്ട ഫാമേ, ഫാമയുടെ കയ്യിൽ തന്നെ അതിരിക്കട്ടെ. മറവി ഒരുപാട് കൂടുതലേ ഉള്ള ആളാണ് ഞാനത് എവിടെങ്കിലും കൊണ്ടുവെക്കും. പിന്നെ നാളെ നീ അത് ചോദിക്കുമ്പോൾ അതേതാ എവിടുന്നാന്നൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞു പോകും. പ്രത്യേകിച്ചും പണം അതിനി എന്നെ ഫാമയെ ഏൽപ്പിക്കുകയേ വേണ്ട. രാഘവേട്ട, ഇതാണ് അനൂപ്. സുബൈറൂടെ കേൾക്കണം. ഞങ്ങളെ ഈ മത്സരത്തിൽ നിന്നേ പിന്തിരിപ്പിക്കാൻ വേണ്ടി പലരും പല പരിശ്രമങ്ങളും നടത്തി. ഞങ്ങൾ മത്സര സ്ഥലത്ത് എത്താതിരിക്കാൻ വേണ്ടിയേ ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കി. അവിടുന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചത് ഈ അനൂപ. രാഘവേട്ടൻ പറയുക, അല്ലെങ്കിലും ഫാമേ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ സത്യസന്ധതയുണ്ടെങ്കിലേ അത് വിജയിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കി തരും. അതിന് ഈ മോനൊരു നിമിത്തമായെന്നേ ഉള്ളു. മോനൊരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിലേ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി തരാം. അയ്യോ സത്യാമ്മേ, എനിക്കൊരല്പം തിരക്കുണ്ടായിരുന്നു, എനിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ അനൂപ് വിറച്ചോണ്ട് പറയുവാണ്. അങ്ങനെ സത്യാമ്മയുടെ ഉപചാരമൊന്നും സ്വീകരിക്കാതെ നമ്മുടെ അനൂപ് അങ്ങ് പോകുവാണ്. സത്യാമ്മ പറയാ, നല്ല പയ്യന, മിടുക്കന്. എന്നാൽ ഞാനും ഇറങ്ങട്ടെ രാഘവൻ സാറേ എന്നും പറഞ്ഞ് സുബൈർക്ക് ഇറങ്ങാൻ പോകുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, അല്ല നൂർജഹാൻ വരണ്ടായോ, അവളെയും കൂടെ കൊണ്ടുപോകും, അവൾ വന്നോളും, അവളിപ്പോൾ പഴയതുപോലെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വരാനും പോകാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഒക്കെയുള്ള പ്രായമായല്ലോ. അതെന്താ സുബൈറെ അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സുബൈറിൻ്റെ വർത്തമാനത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് രാഘവേട്ടനും പിള്ളയ്ക്കും മനസ്സിലായി. സുബൈർ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്നിങ്ങനെ രാഘവേട്ടൻ പറയുന്നുണ്ട്. നൂർജഹാൻ അവിടെ നിന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് നാർക്കോ ഫോൺ ചെയ്യുവാണ്. സത്യമുള്ളൊരു ഗ്ലാസ് ചായയായിട്ട് നിൽക്കുക. അച്ഛൻ നല്ല ടെൻഷനിലാണല്ലോ. അച്ഛൻ ഈ ചായ ഒന്ന് കുടിച്ചേ, അച്ഛൻ്റെ ടെൻഷനൊന്ന് മാറട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് സന്തോഷം വരുവാണ്. അല്ല, അച്ഛൻ്റെ മോക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? പിന്നില്ലേ, അച്ഛൻ എന്ത് വിചാരിച്ച് എന്നെക്കുറിച്ച്? അച്ഛൻ്റെ മോള് വലുതായി. അച്ചോടാ, അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോടാ കുട്ടാ. വിഷ്ണു ചായ കുടിച്ചിട്ട് പറയുന്നു, ആഹാ നല്ല കൈപ്പുണ്യം ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്ക്, ശാരദാമ്മ ഉണ്ടാക്കുന്ന പോലുണ്ട്. അച്ഛാ, അത് ശാരദാമ്മ ഉണ്ടാക്കിയ ചായ തന്നെ, ഞാനൊന്ന് ചൂടാക്കിയെന്നേ ഉള്ളു. അപ്പോഴങ്ങോട്ടെ ഓട്ടോറിക്ഷയിൽ കമലനും നമ്മുടെ ശാരദാമ്മയും വരുന്നുണ്ട്. ശാരദാമ്മ വലിയ സന്തോഷത്തിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ത്യാഗമാണല്ലോ സത്യാമ്മയ്ക്ക് വേണ്ടി ശാരദാമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയത്. ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നു, മോനെ വിജയിച്ചത് സത്യാമ്മയാണ്, കടുത്ത മത്സരമായിരുന്നു, സത്യാമ്മ ശരിക്കും മത്സരിച്ചു തന്നെയാണ് വിജയിച്ചത്. ഞാൻ അറിഞ്ഞു ശാരദാമ്മേ, എല്ലാം എന്നെ കമലൻ വിളിച്ചറിയിച്ചിരുന്നു. ഈ ജയവേ സത്യാമ്മ ആഗ്രഹിച്ചു തന്നെയായിരുന്നു വന്നത്, അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. വിഷ്ണുവിനും കമലനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. വിഷ്ണു പറയുക, ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും എൻ്റെ ഈ നാവിൽ തുമ്പിൽ തന്നെ ഉണ്ട്. കള്ളം പൊളിഞ്ഞെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലായി. വിഷ്ണു എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നോർത്ത് ശാരദാമ്മ ഇങ്ങനെ നാണിച്ച് കുനിഞ്ഞു നിൽക്കുവാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശാരദാമ്മയുടെ അത്രയും കഴിവ് എന്തായാലും എൻ്റെ അമ്മയ്ക്കില്ല, അത് സത്യവുമാണ്. അത് എനിക്കും അറിയാം, അവിടെ കൂടിയിരുന്നവർക്കും അറിയാം. വിഷ്ണു ചിരിച്ചോണ്ട് ചോദിക്കുന്നു, എന്നിട്ട് എങ്ങനെയാ എൻ്റെ അമ്മ അവിടെ ജയിച്ചത്? ശാരദാമ്മ ഒന്നും പറയാതെ ചിരിച്ചത് മറിച്ചുകൊണ്ട് പെട്ടെന്ന് സത്യമോളെ വന്നേ, ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ സത്യമോളെ വിളിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. വിഷ്ണു കമലനോട് പറയുന്നു, ജയിപ്പിച്ചതാടാ, എല്ലാവരും കൂടി എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. രാഘവേട്ടൻ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. വലിയ സന്തോഷത്തോടെ, വാടാ മോനെ, നീ വരുന്നതെന്ന് നോക്കി ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. മോനെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ, പണം കിട്ടി, ഇനി ഹോസ്പിറ്റലിൽ പോകണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി നീ തന്നെ ചെയ്യണം. അതിനെന്താച്ചാ ചെയ്യാമല്ലോ. എടാ വിഷ്ണു, കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യണം. അമ്മയ്ക്ക് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അവിടെ ചെന്നിട്ട് ഏത് ഡോക്ടറെ കാണണ്ടേന്ന് നോക്കണം, അങ്ങനെ എല്ലാത്തിനും നിൻ്റെ ശ്രദ്ധ വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ അഹങ്കാരത്തോടെ വന്ന് രാഘവേട്ട എന്നൊരു അലർച്ചയോടൊരു വിളി. രാഘവേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? നിങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ ഇവനുണ്ടായിരുന്നോ? അത് പിന്നെ ഫാമേ, അവന് ജോലിക്ക് പോകണ്ടേ? എന്ത് ജോലിയാ? ഓരോ മക്കളും ജോലിക്ക് പോയിട്ട് അച്ഛനെ അമ്മയെ നോക്കുന്നില്ലയോ?
ഇതൊന്നുമല്ല, ഇവന് നമ്മളെ ആവശ്യമില്ല. ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, അവർക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവന് വന്നിട്ടില്ല. സത്യാമ്മയെ ഇനിയും അങ്ങനെ പറയാൻ വിടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണു ചോദിക്കുക, അമ്മേ, ഞാൻ എൻ്റെ തന്നിഷ്ടത്തിനാണോ നടക്കുന്നത്? ഹോസ്പിറ്റലിൽ അന്ന് അച്ഛനെ കൊണ്ടുപോയത് അമ്മ തന്നെയാണ്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, അത് ഞാൻ സമ്മതിച്ചു. അതെൻ്റെ തെറ്റാണോ, ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചിട്ടേ അച്ഛനോടും അമ്മയോടും എനിക്ക് സ്നേഹമില്ലെന്നൊന്നും അമ്മ പറയരുത്. ഞാൻ പറയൂടാ, ഒരു 100 വട്ടം പറയൂടാ. അതിന് കാരണവും ഉണ്ടടാ. ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തത് എന്തിനാണെന്ന് നിനക്കറിയാവോ? നിന്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. ഈ വീട്ടിലുള്ള എല്ലാവരും, ആ അന്യ കൊച്ചുപോലും ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നപ്പോഴേ നീ ആർക്കൊപ്പമാണ് നിന്നത്? ശാരദയ്ക്കൊപ്പം. ഞങ്ങളെ സഹായിക്കാനേ ഒരു ബന്ധമില്ലാത്തൊരു പയ്യൻ വരേണ്ടി വന്നു. ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ടടാ വിഷ്ണു. നിനക്ക് ഈ തന്തയും തള്ളയും വേണ്ട. ചോറ് ഇവിടെയും കൂറ് നിനക്ക് അവിടെയും വാ. നീ ഇവിടെ താമസിക്കേണ്ടവനല്ലടാ. നീ പോയി ശാരദയുടെ വീട്ടിൽ പോയി പുറത്തോ. അച്ചിയുടെ പാവാടച്ചരടിൽ തൂങ്ങി ജീവിതം കണ്ടവന് നല്ലതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കത്തുള്ളെന്ന് പറയുന്ന പോലെ ആടാ നിന്റെ കാര്യവും. നീ നന്നാകില്ലടാ, ഒരിക്കലും നന്നാകില്ല. ഇങ്ങനൊരു മകൻ ഞങ്ങൾക്ക് എന്തിനാ? അത്രയൊക്കെ വിഷ്ണുവിനെ നോക്കി ചാടിത്തുള്ളി പറഞ്ഞിട്ട് സത്യാമ്മ അകത്തോട്ടങ്ങ് പോവാണ്. എല്ലാം കേട്ട് മിണ്ടാതെ വിഷമത്തോടെ വിഷ്ണു അവിടെ നിൽക്കുക. എന്തൊക്കെയാണെച്ചാ അമ്മ ഈ പറയുന്നതൊക്കെ? ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ഈ വിളിച്ച് പറയുന്നത്. എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ഇല്ലേ അച്ഛാ? ഞാനും ഒരു മനുഷ്യനാണ്. കുറ്റങ്ങൾ മാത്രം അവരിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളും അവർ മനസ്സിലാക്കണം. വിഷ്ണു പറഞ്ഞതെല്ലാം കേട്ട് സങ്കടത്തോടെ രാഘവേട്ടൻ പറയുക, എൻ്റെ മോനെ, നിനക്കറിയാവല്ലോ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച്. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. എൻ്റെ മനസ്സും ശരീരവും ഞാൻ നിയന്ത്രിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല മോനെ. അതിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഫാമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനൊക്കെ പറയുന്നത്. എൻ്റെ മോൻ അതൊന്നും മനസ്സിൽ വെക്കാതെ. എനിക്ക് എൻ്റെ മോനെ നന്നായിട്ടറിയാം. നിന്റെ ഇടനെഞ്ചിൽ ശാലിനി ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള സത്യവും ആർക്കും അറിയില്ലെങ്കിലും ഈ അച്ഛൻ അറിയാം മോനെ. നിന്റെ ഉള്ളെന്താണെന്ന് മറ്റാരേക്കാളും ഈ അച്ഛൻ കാണുന്നുണ്ട്. അതുകൊണ്ടേ നിന്റെ അമ്മ പറയുന്ന ഒന്നും വിഷ്ണു നീ കാര്യമാക്കണ്ട. എന്തുവാ മോനെ ഇത്? എന്തോ ഈ കാണിക്കുന്നത്? എന്തിനാ എൻ്റെ മോൻ കരയുന്നത്? നീ കരയുവാണോ? ആണുങ്ങൾ കരയാൻ പാടില്ല. ഇതെൻ്റെ അച്ഛൻ തന്ന ഉപദേശമായിരുന്നു മോനെ. പക്ഷേ പല സന്ദർഭങ്ങളിലും അത് എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയിട്ടുണ്ട്. എൻ്റെ മോനെ, എൻ്റെ മോൻ ആണായിട്ട് തന്നെ നിൽക്കണം. തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. രാഘവൻ്റെ മോനാടാ നീ. അച്ഛനൊരു പക്ഷേ ജീവിതത്തിൽ പരാജയം ആയിക്കോട്ടെ, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ആകരുത്. എൻ്റെ മോൻ കരയാതെ, എൻ്റെ മോൻ്റെ കണ്ണുനീര് കണ്ടോണ്ട് ഈ അച്ഛൻ്റെ ജീവൻ പോയാലേ അതിൽ പരം ഈ അച്ഛൻ്റെ ആത്മാവിനൊരു ശാന്തി കിട്ടുമോ? സന്തോഷത്തോടെ മകൻ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് ഏതൊരച്ഛൻ്റെയും ജന്മം സഫലമാകുന്നത്. ഈ അച്ഛനെ എൻ്റെ പൊന്നുമോൻ അങ്ങനെ പറഞ്ഞു വിടാവുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ആയിരിക്കണേ. കരഞ്ഞോണ്ട് വിഷ്ണു അച്ഛനെയും കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുവാണ്. വിഷ്ണുവിനിങ്ങനൊരു അച്ഛനെ കിട്ടിയത് വലിയ സുഹൃതമെന്നും പറയുന്നു. അച്ഛനാണെങ്കിൽ ഇങ്ങനൊരു മകനെ എനിക്ക് കിട്ടിയതും വലിയ സുഹൃതമെന്നും പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, സത്യമൊന്നും അറിയാതെ നമ്മുടെ സത്യാമ്മയെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാ സത്യവും മറനീക്കി പുറത്തു വരുമ്പോൾ സത്യഭാമയെ അനുഭവിക്കാൻ പോകുന്ന വേദനയാണോ സന്തോഷമാണോ എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.